കോൺഗ്രസിന് സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനകത്ത് കടുത്ത അതൃപ്തിയാണ്. ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന വേണം എന്നാണ് അപ്പു ജോൺ ജോസഫ് ആവശ്യപ്പെടുന്നത്. മാണി വിഭാഗം LDF-ൽ പോയപ്പോൾ മികച്ച പരിഗണന അവർക്ക് അവിടെ കിട്ടി. കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചതിൽ 20% സീറ്റുകളിലാണ് ജയിച്ചത്. തൊടുപുഴയിൽ നിന്ന് PJ ജോസഫ് മാറുമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. ആഷിക്ക് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആഷിക്ക്, ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസ് വൻതോതിൽ ഈ പറയുന്ന ഏറ്റുമാനൂരിനും കുട്ടനാടിനും ഇടുക്കിക്കും വേണ്ടി പ്രഷർ ചെയ്യുകയാണോ ജോസഫിനെ? തീർച്ചയായും നിലയിൽ തന്നെയാണ്. അതിൽ തന്നെയും ഏതാണ്ട് പ്രാഥമികമായ ചില ധാരണകൾ ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകളുടെ കാര്യത്തിൽ കേരള കോൺഗ്രസ് വിഭാഗങ്ങളുടെ പരസ്പരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ കേരള കോൺഗ്രസിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അപ്പു ജോസഫിന്റെ വാക്കുകൾ. അദ്ദേഹം ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത് മുന്നണിക്കകത്ത് ആരോഗ്യകരമായ മുന്നണി സംവിധാനം പ്രവർത്തിക്കണമെങ്കിൽ ഓരോ ഘടകകക്ഷികൾക്കും കൃത്യമായ പരിഗണന നൽകണം. താൻ പ്രകടിപ്പിക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ്. ചിഹ്നം നോക്കിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മുന്നണിക്ക് പ്രസക്തിയില്ല എന്നും അപ്പു ജോസഫ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നാൽ വിജയസാധ്യത കൂടുതലാണ് എന്ന പ്രചരണം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് കേരള കോൺഗ്രസിന്റെ പക്കൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. അതിന്റെ പേരിലാണ് കടുത്ത അതൃപ്തി അപ്പു ജോസഫ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഈ ചർച്ചകൾ, സീറ്റ് ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ അനന്തമായി നീണ്ടുപോകുന്നത് ഒരുപക്ഷെ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ പോലും ബാധിച്ചേക്കുമെന്നും അപ്പു ജോസഫ് പറയുന്നുണ്ട്. ഉടൻ ചർച്ചകൾ പൂർത്തിയാക്കി പ്രചരണത്തിലേക്ക് കടക്കണമെന്നാണ് അപ്പു ജോസഫിന്റെ വാക്കുകൾ. കൂടാതെ മാണി വിഭാഗം LDF-ൽ പോയതിനെ കുറിച്ചും പരാമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹം ചില വാക്കുകൾ പറയുന്നുണ്ട്. മാണി വിഭാഗം LDF-ൽ പോയപ്പോൾ മണ്ഡലം കമ്മിറ്റികൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാവാൻ മാണി വിഭാഗത്തിന് LDF-ൽ അവസരം ലഭിച്ചു. ഇത് ആരോഗ്യകരമായ ഒരു മുന്നണി സംവിധാനം LDF രൂപപ്പെടുത്തി. ഈ നിലയിലുള്ള ഒരു ആരോഗ്യകരമായ സംവിധാനമായി UDF മാറണമെന്നും അപ്പു ജോസഫ് പറയുന്നുണ്ട്. കടുത്തയാണ് ഈ മണ്ഡലം വിട്ടു നൽകണമെന്നുള്ള നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് PJ ജോസഫ് വിഭാഗത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നിലധികം സീറ്റുകൾ വിട്ടു നൽകാനുള്ള ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ എണ്ണം പരമാവധി കുറയ്ക്കാനുള്ള ഒരു പ്രതിനീക്കം എന്ന് വേണം ഈ ഇത്തരം പ്രതികരണങ്ങളെ കാണേണ്ടതുള്ളത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഡൽഹിയിലുള്ള കോൺഗ്രസ് നേതാക്കൾ തിരിച്ച് കേരളത്തിൽ എത്തിയ ശേഷം ഏറ്റവും ഉടനടി തന്നെ ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾക്ക് തീയതി നിശ്ചയിച്ചിട്ടില്ല. ഏറ്റവും വേഗത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് PJ ജോസഫ് വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ ഘട്ടത്തിൽ മണ്ഡലത്തിലെ 10 തദ്ദേശ സ്ഥാപനങ്ങളിലും വമ്പൻ വിജയം UDF ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണിക്കുന്നത്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തിന് ആ മണ്ഡലത്തിൽ ഒരു ആരോഗ്യകരമായി മത്സരം നടത്താൻ കഴിയുന്ന ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ ഈ ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. റോഷി അഗസ്റ്റിനെ പോലെയുള്ള ഇപ്പോൾ നിലവിൽ മന്ത്രിയായിട്ടുള്ള ഒരാൾക്കെതിരെ മത്സരിക്കുമ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് UDF പശ്ചാത്തലമുള്ള ആ മണ്ഡലത്തിൽ വിജയം സാധ്യമാക്കാൻ കോൺഗ്രസിന് ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിയും. അതുവഴി ഇടുക്കി മണ്ഡലത്തിൽ വിജയം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ ഏതാണ്ട് 20 വർഷത്തോളം റോഷി അഗസ്റ്റിൻ വിജയിച്ചു വന്നത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ടാണ്. അതെന്ന് വെച്ചാൽ UDF-ന് വളരെ പശ്ചാത്തലമുള്ള ഒരു മണ്ഡലമാണ് ഇടുക്കി. അവിടെ വിജയിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാൽ കഴിയും. PJ ജോസഫിന്റെ സ്ഥാനാർത്ഥി തന്നെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടിട്ടുണ്ടോ? ഇപ്പോ നിലവിൽ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോയ് വെട്ടിക്കുഴിയുടെ പേരാണ്. നിലവിലെ ജില്ലാ UDF ചെയർമാൻ ജോയ് വെട്ടിക്കുഴിയുടെ പേരാണ് എടുത്തു കേൾക്കുന്നത്. അതേസമയം ജോസഫ് വിഭാഗം, ഇടുക്കി ജില്ലാ ജോസഫ് വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള MJ ജേക്കബിന്റെ പേരാണ്. MJ ജേക്കബ് എന്ന് പറയുമ്പോൾ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. അതേസമയം മുൻ വർഷങ്ങളിൽ UDF സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ് ജോയ് വെട്ടിക്കുഴി. ആ പശ്ചാത്തലവും കൂടാതെ നിലവിൽ മണ്ഡലത്തിലെ ഏക നഗരസഭയായ കട്ടപ്പനയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്ന ആൾ കൂടിയാണ് ജോയ് വെട്ടിക്കുഴി. അങ്ങനെ ജോയ് വെട്ടിക്കുഴിക്ക് കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് മണ്ഡലത്തിൽ ഉണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ വാദിക്കുന്നുണ്ട്. ഓക്കെ, ഈ തൊടുപുഴയുടെ കാര്യത്തിൽ എന്താണ് അപ്പു പറയുന്നത്? എന്താണ് ആഷിക്ക്? അതായത് തൊടുപുഴയിൽ ജോസഫ് മത്സരിക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല, വെച്ചാൽ ജോസഫ് വീണ്ടും ഉണ്ടെന്നാണോ? ആ നിലയിലുള്ള ഒരു പ്രതികരണമാണ് അപ്പു ജോസഫിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. മറ്റൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഔദ്യോഗികമായി ഒരിടത്തും പറഞ്ഞിട്ടില്ലോ എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുചോദ്യമായി ഉന്നയിക്കുന്നത്. പക്ഷെ ഇപ്പോഴും തീരുമാനം അന്തിമമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയണം. ആഷിക്ക്, ഇപ്പൊ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് ഭയങ്കര വീക്കായിരുന്നു ജോസഫിന്റെ. നമുക്കറിയാം, ആകെ 2 സീറ്റിൽ മാത്രമേ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് ജോസഫിന് ഇത്തവണത്തെ സീറ്റ് ചർച്ചയിൽ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ? കുട്ടനാടിന്റെ കാര്യം വിടാം, ഏറ്റുമാനൂരിന്റെയും ഇടുക്കിയുടെയും കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമെന്നാണോ ഇപ്പൊ അതിനകത്തുള്ള മൂഡ്? എന്തായിരിക്കും ഈ ചർച്ചയുടെ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ, കോൺഗ്രസിന്റെ ആവശ്യവും കേരള കോൺഗ്രസിന്റെ ആവശ്യവും. ഇതിനിടയ്ക്ക് എത്ര സീറ്റുകൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കേരള കോൺഗ്രസിന്?
ഈ കോൺഗ്രസ് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുന്ന സീറ്റുകളുടെ എണ്ണം എടുത്താൽ ഒരു 5 അധികം വരും. പക്ഷെ അത്രയൊന്നും വിട്ടു നൽകാൻ ജോസഫ് വിഭാഗം തയ്യാറല്ല എന്നുള്ളതാണ്. വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ വിട്ടു നൽകുന്നതിന്റെ എണ്ണം പരമാവധി കുറയ്ക്കാനുള്ള നീക്കങ്ങളാണ് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ അടക്കമുണ്ടാകുന്നത്. കൂടിപ്പോയാൽ 2 സീറ്റ് ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകൾ മാത്രം വിട്ടു നൽകുക എന്നുള്ള ഘട്ടത്തിലേക്കാണ് ഈ ഇപ്പോഴത്തെ ചർച്ചകൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ തവണത്തെ സീറ്റിന്റെ തിരിച്ചടി 2 സീറ്റിലേ ജയിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എടുത്തു പറയുന്ന ഒരു കാര്യം, കേവലം 21 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നായിരുന്നു എന്നുള്ള വിഷയം എടുത്തു കാണിച്ചുകൊണ്ടാണ് അപ്പു ജോസഫ് അടക്കമുള്ളവർ ഇതിനെ പ്രതിരോധിക്കുന്നത്. കണക്കുകൾ എടുത്തു കാണിച്ചുകൊണ്ട് അവർ പറയുന്നു കേരള കോൺഗ്രസും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് 20% സീറ്റുകളിൽ മാത്രമാണ്. അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞ തവണത്തെ തിരിച്ചടിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് സീറ്റ് വിട്ടു നൽകണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ വിജയ സാധ്യതയാണ് നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ ഞങ്ങൾ വഴങ്ങാം. അപ്പോഴും വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് ഈ പറയുന്ന മണ്ഡലങ്ങളിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഉറപ്പ് വേണം. വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പ് വേണം. പരാജയപ്പെടുവാൻ വേണ്ടി ഞങ്ങളുടെ സീറ്റുകൾ വിട്ടു നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലെ ചർച്ചകളുടെ അവസാന വിവരങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടുക്കി മണ്ഡലവും ഏറ്റുമാനൂർ മണ്ഡലവും ഉറപ്പായും കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്നാണ് വ്യക്തമാകുന്നത്.